ദൈവത്തിന് മഹത്വം. നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ തിരുവെഴുത്തും പ്രവചനങ്ങളും എന്ന ഒരു തലക്കെട്ടിൽ നിന്നുകൊണ്ട്, ശീർഷകത്തിൽ നിന്നുകൊണ്ട് 3 പ്രധാന വിഷയങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചത്. ഒന്ന്, പ്രവചനത്തിൻ്റെ ഉത്ഭവം എങ്ങനെയാണെന്ന്. രണ്ടാമതായിട്ട്, പ്രവചനങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവം ഉയർത്തുന്ന വെല്ലുവിളി എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടു. അതുപോലെ മൂന്നാമത്, പ്രവചനങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ വിശ്വസ്തത എന്താണ്, എങ്ങനെയാണെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി. ഇനി അതേ ശീർഷകത്തിൽ, തിരുവെഴുത്തും പ്രവചനങ്ങളും എന്ന ശീർഷകത്തിൽ നിന്നുകൊണ്ട് മറ്റ് ഒരു 3 കാര്യങ്ങൾ കൂടെ, അത് പ്രവചനങ്ങളോടുള്ള ബന്ധത്തിൽ, പ്രവചന വ്യാഖ്യാനത്തോടുള്ള ബന്ധത്തിൽ നാം അത്യന്താപേക്ഷിതമായി മനസ്സിലാക്കിയിരിക്കേണ്ട നിർണായകമായ ചില വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഈ പ്രവചന വിഷയങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നിശ്ചയമായിട്ടും ആ പ്രവചനത്തിൻ്റെ സ്വഭാവം, അതിൻ്റെ വ്യാഖ്യാന രീതികളെക്കുറിച്ചൊക്കെ സാമാന്യമായ ഒരു അറിവ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് ഞാൻ ഓർപ്പിച്ചില്ല, വളരെ അത്യന്താപേക്ഷിതമാണ്. അല്ലാത്ത പക്ഷം പ്രവചന വ്യാഖ്യാനത്തിൽ ഗുരുതരമായ സ്ഖലിതങ്ങൾ, തെറ്റുകൾ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ ഈ നിലയിൽ ഈ പ്രാരംഭ ക്ലാസ്സുകളെ ക്രമീകരിക്കുന്നത്. അപ്പോൾ അടുത്തത്, തിരുവെഴുത്തും പ്രവചനങ്ങളും എന്ന ശീർഷകത്തിൽ നിന്നുകൊണ്ട് നാം അടുത്തത് പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പ്രവചന ചരിത്രത്തിലെ നാഴികക്കല്ലുകൾ എന്നറിയപ്പെടുന്ന ചില വ്യക്തികളെക്കുറിച്ചാണ്. പ്രവചന ചരിത്രത്തിലെ നാഴികക്കല്ലുകൾ. അപ്പോൾ ബൈബിളിലെ മുഴുവൻ പ്രവചന ചരിത്രവും 4 പ്രവാചകന്മാരിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ബൈബിളിലെ മുഴുവൻ പ്രവചനങ്ങളും, മുഴുവൻ പ്രവചന ചരിത്രവും 4 പ്രവാചകന്മാരിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. വേദപഠിതാക്കൾ അവരെ വിശേഷിപ്പിക്കുന്നത് പ്രവചന ചരിത്രത്തിലെ നാഴികക്കല്ലുകൾ എന്നാണ്. അത് യഥാക്രമം അബ്രഹാം, മോശ, ദാനിയേൽ, കർത്താവായ യേശുക്രിസ്തു. ഈ 4 പേരിലും, ഈ 4 പേരിൽ കൂടെ മുഴുവൻ പ്രവചന ചരിത്രവും, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള മുഴുവൻ പ്രവചന ചരിത്രവും വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആമുഖമായി അത് സംബന്ധിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ചിരുന്നു, ബൈബിളിൽ ഏറ്റവും ആദ്യം പ്രവാചകൻ എന്ന് വിളിക്കപ്പെട്ട വ്യക്തി അബ്രഹാമാണ്. ഈ പ്രവചന ചരിത്രത്തിലെ നാഴികക്കല്ലുകളിൽ അതുകൊണ്ട് തന്നെ ആദ്യത്തെ നാഴികക്കല്ലായി എണ്ണപ്പെടുന്ന വ്യക്തിയാണ് അബ്രഹാം. അബ്രഹാമിനെയാണ് പ്രവാചകൻ എന്ന് വിളിച്ചത്. ഗെരാർ രാജാവായ അബിമേലെക്കിനോട് ദൈവം പറയുന്ന കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മിപ്പിച്ചിരുന്നു. അവനൊരു പ്രവാചകനാകുന്നു എന്ന് ദൈവം ഗെരാർ രാജാവായ അബിമേലെക്കിനോട് പറയുന്നുണ്ട്. അപ്പോൾ അബ്രഹാമിനെയാണ് വിശുദ്ധ തിരുവെഴുത്തിൽ ആദ്യമായിട്ട് പ്രവാചകൻ എന്ന് വിളിച്ചിരിക്കുന്നു. ഇനി അബ്രഹാമിന് ലഭിച്ച വെളിപ്പാടുകൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, അബ്രഹാമിൻ്റെ കാലം മുതൽ മിസ്രയീമ്യ അടിമത്വത്തിൽ നിന്നുള്ള മോചനം വരെയുള്ള സംഭവങ്ങൾ ദൈവം അബ്രഹാമിലൂടെയാണ് വെളിപ്പെടുത്തുന്നത്. അബ്രഹാമിൻ്റെ കാലം മുതൽ മിസ്രയീമ്യ അടിമത്വത്തിൽ നിന്നുള്ള മോചനം വരെയുള്ള സംഭവങ്ങൾ ദൈവം അബ്രഹാമിലൂടെ വെളിപ്പെടുത്തുകയാണ്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ. അപ്പോൾ അവൻ അബ്രാമിനോട് നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന് ആ ദേശക്കാരെ സേവിക്കും, അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും, അതിൻ്റെ ശേഷം അവർ വളരെ സമ്പത്തോടും കൂടെ പുറപ്പെട്ടു പോരും. അപ്പോൾ അബ്രഹാമിനോട് ദൈവം നിയമം ചെയ്യുന്ന, ഉടമ്പടി ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെയൊരു കാര്യം ദൈവം അബ്രഹാമിന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ അബ്രഹാമിൻ്റെ കാലം മുതൽ മിസ്രൈമ്യ അടിമത്വത്തിൽ നിന്നുള്ള പുറപ്പെടൽ വരെയുള്ള സംഭവങ്ങൾ നമ്മൾ ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാൽ, ഉൽപ്പത്തി 15-ന്റെ 13-14 ശ്രദ്ധിച്ചാൽ, അപ്പോൾ അവൻ അബ്രഹാമിനോട് നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന ദേശക്കാരെ സേവിക്കും, അവർ അവരെ പീഡിപ്പിക്കും എന്ന് നീ അറിഞ്ഞുകൊള്ളുക. അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും, അതിൻ്റെ ശേഷം അവർ വളരെ സമ്പത്തോടും കൂടെ പുറപ്പെട്ടു പോരും. അപ്പോൾ മിസ്രൈമി അടിമത്വത്തിൽ നിന്നുള്ള പുറപ്പെടൽ വരെയുള്ള സംഭവങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അബ്രഹാമിലൂടെയാണ്. ഈ പ്രവചനത്തിൻ്റെ നിറവേറൽ, അവർ അവിടെ നിന്ന് പുറപ്പെട്ടു പോരും എന്ന് പറയുമ്പോൾ ആ പ്രവചനത്തിൻ്റെ നിറവേറൽ നമ്മൾ കാണുന്നത് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 40-41 വാക്യങ്ങളിലാണ്. ഞാൻ ആ വാക്യം കൂടി ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 40-41 വാക്യങ്ങൾ. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ കഴിച്ച പരദേശവാസം 430 സംവത്സരമായിരുന്നു. 430 സംവത്സരം കഴിഞ്ഞിട്ട് ആ ദിവസം തന്നെ യഹോവയുടെ ഗണങ്ങളൊക്കെയും മിസ്രയീം ദേശത്ത് നിന്ന്
പുറപ്പെട്ടു. അപ്പോൾ അവിടെ മിസ്രൈമ്യ അടിമത്വത്തിൽ നിന്നുള്ള പുറപ്പെടൽ നമ്മൾ കാണുന്നുണ്ട്. മിസ്രൈമ്യ അടിമത്വത്തിൽ നിന്നുള്ള പുറപ്പെടൽ. ഈ പുറപ്പെടൽ സംഭവിച്ചത് മോശയുടെ നേതൃത്വത്തിലാണ്, മോശയുടെ കാലത്താണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രവചന ചരിത്രത്തിലെ രണ്ടാമത്തെ നാഴികക്കല്ലായി വരുന്ന വ്യക്തി മോശയാണ്. കാരണം മോശയുടെ നേതൃത്വത്തിലാണല്ലോ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ പ്രവചന ചരിത്രത്തിലെ രണ്ടാമത്തെ നാഴികക്കല്ലായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന വ്യക്തിയാണ് മോശ. ഇനി മോശയുടെ പ്രവചനങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇസ്രായേലിലെ ആദ്യത്തെ പ്രവാചകനാണ് മോശ. അബ്രഹാമിനെ തിരുവഴുത്തിൽ ആദ്യം പ്രവാചകൻ എന്ന് വിളിച്ചിരിക്കുന്ന വ്യക്തിയാണ് അബ്രഹാം. ഇനി മോശയെ സംബന്ധിച്ച് ഇസ്രായേലിലെ ആദ്യത്തെ പ്രവാചകനായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ് മോശ. മോശയ്ക്ക് മുൻപും പ്രവാചകന്മാരുണ്ടായിരുന്നു എങ്കിലും അന്ന് ഇസ്രായേൽ ഉണ്ടായിരുന്നില്ല. ഇസ്രായേലിനെ ഒരു രാഷ്ട്രമായി രൂപപ്പെടുത്തിയത് മോശയാണ്. അതുകൊണ്ടാണ് മോശയെ ഇസ്രായേലിൻ്റെ ആദ്യത്തെ പ്രവാചകൻ എന്ന് വിളിക്കുന്നത്. ഇനി മോശയുടെ പ്രവചനങ്ങൾ അല്ലെങ്കിൽ മോശയിലൂടെ ദൈവം നൽകിയ വെളിപ്പാടുകൾ നമ്മൾ പരിശോധിച്ചാൽ മോശയുടെ കാലം മുതൽ ദാനിയേൽ പ്രവാചകന്റെ കാലം വരെയുള്ള സംഭവങ്ങളെ ക്രമമായി പ്രവചിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മോശയുടെ കാലം മുതൽ ദാനിയേൽ പ്രവാചകന്റെ കാലം വരെയുള്ള സംഭവങ്ങൾ. ഞാൻ ഒരു വാക്യം അവിടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് കൊണ്ടുവരാം. ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 49-ാം വാക്യം. ഈ 28-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ, ദൈവത്തിൻ്റെ ചട്ടങ്ങൾ അനുസരിച്ചാൽ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങളും അനുസരണക്കേട് കാണിച്ചാൽ വരാൻ പോകുന്ന ശാപങ്ങളുമാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. അങ്ങനെ ഈ വചനങ്ങൾ മോശയിലൂടെ ദൈവം പറയുമ്പോൾ, ഈ പ്രവചനങ്ങൾ പറയുമ്പോൾ ബാബിലോൺ പ്രവാസത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ടൊരു പ്രവചനം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 49-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: യഹോവ ദൂരത്തു നിന്ന്, ഭൂമിയുടെ അറുതിയിൽ നിന്ന് ഒരു ജാതിയെ കഴുകൻ പറന്നു വരുന്നത് പോലെ നിന്റെ മേൽ വരുത്തും. അവ നീ അറിയാത്ത ഭാഷ പറയുന്ന ജാതി. ബാബിലോൺ പ്രവാസത്തെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. ദൂരത്ത് നിന്ന്, ഭൂമിയുടെ അറുതിയിൽ നിന്ന് ഒരു ജാതി കഴുകൻ പറന്നു വരുന്നത് പോലെ ഞാൻ നിന്റെ മേൽ വരുത്തും. അപ്പോൾ മോശ ആ ബാബിലോൺ പ്രവാസം വരെയുള്ള സംഭവങ്ങളെ വളരെ കൃത്യമായിട്ട് ക്രമമായിട്ട് മോശ പ്രവചിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനി മൂന്നാമത്തെ നാഴികക്കല്ല് അപ്പോൾ സ്വാഭാവികമായിട്ടും ദാനിയേൽ പ്രവാചകനാണ്. കാരണം ബാബിലോൺ പ്രവാസ കാലത്ത് പ്രവചിച്ച വ്യക്തിയാണ് ദാനിയേൽ. അപ്പോൾ മോശയുടെ കാലം മുതൽ ബാബിലോൺ പ്രവാസം വരെയുള്ള സംഭവങ്ങളെ ക്രമമായിട്ട് പറയുന്നുണ്ട്. ദാനിയേൽ പ്രവാചകനാണ് ബാബിലോൺ പ്രവാസ കാലത്ത് പ്രവചിച്ച വ്യക്തി. അപ്പോൾ മൂന്നാമത്തെ നാഴികക്കല്ല് ദാനിയേൽ പ്രവാചകനാണ്. ഇനി ദാനിയേലിൻ്റെ പ്രവചനങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അഭിഷിക്തനായ ക്രിസ്തു ഛേദിക്കപ്പെടും, ക്രിസ്തുവിൻ്റെ ഛേദനം വരെയുള്ളതായിരിക്കുന്ന പ്രവചനങ്ങൾ കൃത്യമായിട്ട് ദാനിയേലിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 26-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവന് ആരും ഇല്ലെന്ന് വരും. കൃത്യമായ വർഷം കൊടുത്താണ് ദാനിയേൽ പ്രവചിക്കുന്നത്. അപ്പോൾ അബ്രഹാമിൻ്റെ കാലം മുതൽ മിസ്രൈമ്യ അടിമത്വത്തിൽ നിന്നുള്ള മോചനം വരെയുള്ള സംഭവങ്ങൾ, അതായത് മോശ വരെയുള്ള സംഭവങ്ങൾ ക്രമമായിട്ട് പറയുകയാണ്. ഇനി മോശയുടെ കാലം മുതൽ ബാബിലോൺ പ്രവാസം വരെയുള്ള സംഭവങ്ങൾ, ദാനിയേൽ പ്രവാചകന്റെ കാലം വരെയുള്ള സംഭവങ്ങൾ ക്രമമായിട്ട് പ്രവചിക്കുകയാണ്. ദാനിയേൽ പ്രവാചകൻ യേശുക്രിസ്തു വരെയുള്ള സംഭവങ്ങൾ, ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നത്, അഭിഷിക്തൻ ഛേദിക്കപ്പെടുന്നത് വരെയുള്ള സംഭവങ്ങൾ ദാനിയേൽ ക്രമമായിട്ട് പറയുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നാലാമത്തെ നാഴികക്കല്ലായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. അനന്തര സംഭവങ്ങൾ മുഴുവൻ തുടർച്ചയായിട്ട് പ്രവചിച്ചത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവാണ്. തൻ്റെ 1ഉം 2ഉം വരവുകൾക്കിടയിലുള്ള കാലഘട്ടത്തെക്കുറിച്ച് യേശുക്രിസ്തു പ്രവചിക്കുന്നുണ്ട്. തൻ്റെ 1ാമത്തെ വരവിനും 2ാമത്തെ വരവിനും ഇടയിൽ നടക്കുന്ന ആ സംഭവങ്ങളെക്കുറിച്ച് കർത്താവ് പ്രവചിച്ച അധ്യായമാണ് മത്തായി സുവിശേഷം 13-ാം അധ്യായം. സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ 7 ഉപമകളിലൂടെ കർത്താവ് പ്രസ്താവിക്കുമ്പോൾ ആ ഉപമകൾ 7 നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ തൻ്റെ 1ഉം 2ഉം വരവുകൾക്കിടയിലുള്ള കാലമാണ് അവിടെ ആ 7 ഉപമകളിലൂടെ കർത്താവ് പ്രവചിക്കുന്നത്. അതായത് ആ ഉപമകൾ ആദ്യത്തേത് വിത്ത് വിതച്ച് ആരംഭിക്കുന്നു. പിന്നീട് ഉപമകൾ അവസാനിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് കൊയ്ത്തോ ലോകാവസാനം. അപ്പോൾ വിത്ത് വിതയിൽ ആരംഭിച്ച് ഒരു വലിയ കൊയ്ത്തിൽ അവസാനിക്കും. അപ്പോൾ 1ഉം 2ഉം വരവുകൾക്കിടയിലുള്ള സംഭവങ്ങൾ വളരെ കൃത്യമായിട്ട് മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ദൈവസഭയുടെ എടുക്കപ്പെടൽ, സഭയുടെ ഉൽപ്രാവണത്തെക്കുറിച്ച് ഏറ്റവും ആദ്യം പ്രവചിച്ചത്, ആദ്യത്തെ പ്രവചനം
കർത്താവായ യേശു ക്രിസ്തുവിൻ്റേതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഐ വിൽ റിസീവ് യു ടു മൈസെൽഫ്. സഭയുടെ ഉൽപ്രാപണത്തെക്കുറിച്ചുള്ള ആദ്യത്തെ പ്രവചനം. അപ്പോൾ ഇതാദ്യം പ്രവചിച്ചത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. അതുപോലെ തന്നെ ലോകാവസാനത്തോടും തൻ്റെ പുനരാഗമനത്തോടും അനുബന്ധിച്ചിട്ടുള്ള സംഭവങ്ങൾ കർത്താവ് പ്രവചിക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 24-25 അധ്യായങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ വരും ക്ലാസ്സുകളിൽ ആ അധ്യായങ്ങളെ സൂക്ഷ്മമായ ഒരു അപഗ്രഥനത്തിന് വിധേയമാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അപ്പോൾ മനസ്സിലാക്കാം. അപ്പോൾ ലോകാവസാനത്തോടും തൻ്റെ പുനരാഗമനത്തോടും അനുബന്ധിച്ച് നടക്കുന്ന സംഭവങ്ങൾ മത്തായി 24-25, അതുപോലെ വെളിപ്പാട് പുസ്തകം, ഇവിടെ എല്ലാം അനന്തര സംഭവങ്ങൾ ക്രിസ്തു പ്രവചിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. എന്നിട്ട് ഈ വെളിപ്പാട് പുസ്തകം അവസാനിക്കുമ്പോൾ, യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടുകൾ അവസാനിക്കുമ്പോൾ 22-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്: ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. അപ്പോൾ 4 പ്രവചന ചരിത്രത്തിലെ നാഴികക്കല്ലുകൾ: അബ്രഹാം, മോശ, ദാനിയേൽ, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. ബൈബിളിലെ മുഴുവൻ പ്രവചന ചരിത്രവും, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള മുഴുവൻ പ്രവചന ചരിത്രവും ഈ 4 വ്യക്തികളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ബൈബിളിനെ സംബന്ധിച്ച് നമുക്കറിയാം, പ്രവചനവും ചരിത്രവും ഒരുപോലെയാണ്. അസംഭവ്യമെന്ന് തോന്നിയേക്കാവുന്ന സംഭവങ്ങൾ ബൈബിൾ പ്രസ്താവിക്കുന്നു. അതിന് നിർണ്ണയിക്കപ്പെട്ട കാലമെത്തുമ്പോൾ അതിൻ്റെ സമാപ്തി രേഖപ്പെടുത്തുന്നു. അങ്ങനെ പ്രവചനം ചരിത്രമായിട്ട് മാറുകയാണ്. അപ്പോൾ ബൈബിളിനെ സംബന്ധിച്ച് പ്രവചനവും ചരിത്രവും ഒരുപോലെയാണ്. ഈ പ്രവചന ചരിത്രത്തിലെ നാഴികക്കല്ലുകളായിട്ട് വേദപണ്ഡിതാക്കൾ പരിഗണിക്കുന്ന 4 വ്യക്തികളാണ് അബ്രഹാം, മോശ, ദാനിയേൽ, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. അപ്പോൾ ഇത് ഈ പ്രവചന വ്യാഖ്യാനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഇനി മറ്റൊന്ന്, രണ്ടാമതായിട്ട് അതിൽ മറ്റൊരു വിഷയം ഈ ദൈവിക വെളിപ്പാടുകളുടെ പുരോഗമനാത്മക സ്വഭാവമാണ്. അപ്പോൾ തിരുവെഴുത്തും പ്രവചനങ്ങളും എന്ന ശീർഷകത്തിൽ നമ്മൾ ചിന്തിക്കുന്ന 4-ാമത്തെ കാര്യമാണ് അഞ്ചാമത്തെ കാര്യമാണ് ദൈവിക വെളിപ്പാടുകളുടെ പുരോഗമനാത്മക സ്വഭാവം. ഇത് ഈ പ്രവചന പഠനത്തിൽ വളരെ അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാനത് മുന്നോട്ട് പറയുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമാകും. കാരണം ഇന്ന് ബൈബിൾ പ്രവചന വ്യാഖ്യാനത്തിൽ പിഴവുകൾ സംഭവിക്കാനുള്ള കാരണം, പഠിതാക്കളുടെ ഇടയിൽ പോലും വ്യാഖ്യാന ഭേദങ്ങൾ ഉണ്ടാകുവാനുള്ള കാരണം ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ്. ദൈവിക വെളിപ്പാടുകളുടെ പുരോഗമനാത്മക സ്വഭാവം, ദ പ്രോഗ്രസീവ് നേച്ചർ ഓഫ് ഡിവൈൻ റെവലേഷൻ എന്ന് പറഞ്ഞാൽ, ഒരു സത്യവും ഒന്നായിട്ടോ ഒരു പ്രാവശ്യമായിട്ടോ തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നില്ല. ഇത് പ്രത്യേകമായിട്ട് നമ്മൾ ഓർത്തിരിക്കാൻ ആവശ്യമായിട്ടുണ്ട്. ബൈബിളിൽ ഒരു സത്യവും ഒന്നായിട്ടോ ഒരു പ്രാവശ്യമായിട്ടോ അല്ല തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നത്. അത് പുരോഗമനാത്മകമായിട്ടാണ്, പ്രോഗ്രസീവായിട്ടാണ്. എബ്രായ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്ക് വളരെ പരിചയമുള്ള വാക്യങ്ങളാണ്. എബ്രായർ 1-ന്റെ 1-2. ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അപ്പോൾ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ദൈവം പണ്ട് ഭാഗമായും വിവിധമായും, ഇൻ മെനി പാർട്സ് ആൻഡ് ഇൻ മെനി വേസ്, പാർട്ട് ബൈ പാർട്ട്, ഭാഗമായിട്ടായിട്ട്, പാർട്ട് ബൈ പാർട്ട്, വിവിധമായിട്ട്, ഇൻ മെനി വേയ്സ്, അങ്ങനെയാണ് പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തു. ഒരു സത്യവും ഒന്നായിട്ടോ ഒരു പ്രാവശ്യമായിട്ടോ അല്ല തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പാർട്ട് ബൈ പാർട്ട്, ഭാഗമായിട്ടാണ് പ്രവചനങ്ങളെ നൽകിയിരിക്കുന്നത്. അതാണ് ഈ പ്രവചനങ്ങളുടെ പുരോഗമനാത്മക സ്വഭാവം എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അതിന് ചില ഉദാഹരണങ്ങൾ നൽകുന്നത് വളരെ എളുപ്പത്തിൽ ആ കാര്യത്തെ ഗ്രഹിക്കുവാൻ കാരണമായി തീരും. ഒന്ന്, യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. യേശു ക്രിസ്തുവിൻ്റെ 1-ാമത്തെ വരവ്, ജനനത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ പുരോഗമനാത്മക സ്വഭാവം ആ ജനനത്തിനെ സംബന്ധിച്ച പ്രവചനങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. ഒന്ന്, യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ബൈബിളിലെ ഏറ്റവും ആദ്യത്തെ പ്രവചനം, ബൈബിളിൽ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യത്തെ പ്രവചനം ഉൽപ്പത്തി 3:15 നമ്മൾ വായിക്കുന്നത്. ഞാൻ നിനക്കും സ്ത്രീക്കും നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും, അവൻ നിൻ്റെ തല തകർക്കും, നീ അവൻ്റെ
കുതികാൽ തകർക്കും. അവളുടെ സന്തതി. മനുഷ്യൻ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്നുപോയ സമയത്ത് തന്നെ വരുവാനുള്ള വീണ്ടെടുപ്പുകാരനെക്കുറിച്ച് ദൈവം സ്വർഗം പ്രഖ്യാപിക്കുകയാണ്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യത്തെ പ്രവചനം അവളുടെ സന്തതി, സ്ത്രീയുടെ സന്തതി എന്നാണ് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ ആ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ പഠിച്ചു വരുമ്പോൾ ആദ്യം പരിഗണിക്കേണ്ടത് ഈ വാക്യമാണ്. ഇനി അല്പം കൂടെ മുന്നോട്ട് പോകുമ്പോൾ ആ വെളിപ്പാട് പുരോഗമനാത്മകമായിട്ട് മുന്നോട്ട് പോവുകയാണ്. കുറച്ചുകൂടെ വെളിച്ചം നമുക്ക് ആ വിഷയത്തിൽ ലഭിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 27-ാമത്തെ വാക്യം, ഉൽപ്പത്തി 9:27 നമ്മൾ വായിക്കുന്നു, ദൈവം യാഫത്തിനെ വർദ്ധിപ്പിക്കട്ടെ, അവൻ ഷേമിൻ്റെ കൂടാരങ്ങളിൽ വസിക്കും. ദൈവം യാഫത്തിനെ വർദ്ധിപ്പിക്കട്ടെ, ദൈവം ഷേമിൻ്റെ കൂടാരങ്ങളിൽ വസിക്കും. അപ്പോൾ അവളുടെ സന്തതി, സ്ത്രീയുടെ സന്തതി എന്ന് ആദ്യം പറഞ്ഞു. 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഷേമിൻ്റെ വംശത്തിൽ, ഷേമിൻ്റെ കൂടാരത്തിൽ, ഷേമ്യ വംശജനായിട്ടാണ് ദൈവം പിറക്കാനായിട്ട് പോകും, ദൈവം മനുഷ്യനായിട്ട് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം സ്ത്രീയുടെ സന്തതി എന്ന് പറഞ്ഞു. 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് ഷേമിൻ്റെ വംശത്തിലാണെന്ന് പറഞ്ഞു. ഇനി 12-ാം അധ്യായത്തിലേക്ക് വരാം. ഉൽപ്പത്തി 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അബ്രഹാമിനോട് പറയുന്നൊരു വാക്കുണ്ട്, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നിന്നിൽ എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകുമ്പോൾ അത് വ്യക്തമാക്കുന്നുണ്ട്, നിൻ്റെ സന്തതി മുഖാന്തരം. അതായത് അപ്പോൾ അബ്രഹാമിൻ്റെ സന്തതിയായിട്ടാണ് വന്ന് പിറക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞു സ്ത്രീയുടെ സന്തതി, രണ്ടാമത് പറഞ്ഞു ഷേമ്യ വംശത്തിൽ, മൂന്നാമത് പറയുകയാണ് അബ്രഹാമിൻ്റെ സന്തതിയായിട്ട്, അബ്രഹാമിൻ്റെ മകനായിട്ട്. ഇനി നാലാമത് ആ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള പുരോഗമനാത്മകമായ വെളിപ്പെടുത്തൽ മുന്നോട്ട് പോകുമ്പോൾ ഉൽപ്പത്തി 49-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 10-ാമത്തെ വാക്യം, അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവൻ്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല, ജാതികളുടെ അനുസരണം അവനോടാകും. അപ്പോൾ നമുക്ക് ചെങ്കോൽ യഹൂദയിൽ നിന്ന്, അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്ന് രാജദണ്ഡ് അവൻ്റെ കാലുകളുടെ ഇടയിൽ നിന്ന് മാറിപ്പോകുകയില്ല. അപ്പോൾ യഹൂദ ഗോത്രത്തിലാണ് വന്ന് പിറക്കാൻ പോകുന്നത്. സ്ത്രീയുടെ സന്തതിയായിട്ട് ഷേമിൻ്റെ വംശത്തിൽ, അബ്രഹാമിൻ്റെ സന്തതിയായിട്ട് യഹൂദ ഗോത്രത്തിലാണ് ക്രിസ്തു പിറക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അല്പം കൂടെ വെളിച്ചം നമുക്ക് ആ വിഷയത്തിൽ ലഭിക്കുകയാണ്. ഇനിയും മുന്നോട്ട് പോകുമ്പോൾ യെശയ്യാ പ്രവചനത്തിലേക്ക് വരാം. യെശയ്യാ പ്രവചനം 7-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ആ സ്ത്രീ അവൾ കന്യകയായിരിക്കുമെന്ന് യെശയ്യാ പ്രവാചകനിലൂടെ പറയുകയാണ്. അപ്പോൾ അല്പം കൂടെ പുരോഗമനാത്മകമായിട്ട് നമുക്കൊരു അറിവ് കിട്ടി. ഇനി മീഖാ പ്രവചനത്തിലേക്ക് വരുമ്പോൾ മീഖാ പ്രവചനം 5-ാം അധ്യായം 2-ാം വാക്യം, നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്നുത്ഭവിച്ചു വരും, അവൻ്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ. അപ്പോൾ നീയോ ബേത്ലഹേം എഫ്രാത്തെ, അപ്പോൾ ബേത്ലഹേമിലാണ് ക്രിസ്തു പിറക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കുക, സ്ത്രീയുടെ സന്തതി ഷേമിൻ്റെ വംശത്തിൽ, അബ്രഹാമിൻ്റെ സന്തതിയായി, യഹൂദാ ഗോത്രത്തിൽ, കന്യക ഗർഭിണിയായി, ബേത്ലഹേം എഫ്രാത്തയിൽ. അപ്പോൾ ഈ പ്രവചനം, ഈ മീഖാ പ്രവചനം യേശുക്രിസ്തുവിൻ്റെ ജനനത്തിനും 500 വർഷങ്ങൾക്ക് മുൻപാണ്. അപ്പോൾ പ്രവചനം അത് നിവൃത്തിയാകുവാനുള്ള കാലത്തിൻ്റെ അടുക്കലേക്ക് വരുമ്പോഴാണ് കൂടുതൽ വ്യക്തത ഉണ്ടാകുന്നത്. ഇവിടെ ബേത്ലഹേം എഫ്രാത്തെ എന്ന് പറയുമ്പോൾ സെബൂലൂനിലും ഒരു ബേത്ലഹേമുണ്ട്. അപ്പോൾ ബൈബിൾ പ്രവചനങ്ങളുടെ ആക്യുറസിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ബേത്ലഹേം എഫ്രാത്തയിലാണ്, സെബൂലൂനിലെ ബേത്ലഹേമിലല്ല, ബേത്ലഹേം എഫ്രാത്തയിലാണ് വന്ന് പിറക്കാൻ പോകുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഈ പുരോഗമനാത്മക സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുരോഗമനാത്മക സ്വഭാവം മനസ്സിലാക്കി വേണം ബൈബിളിലെ പ്രവചനങ്ങൾ നമ്മൾ വ്യാഖ്യാനിക്കാനാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവിനെക്കുറിച്ച് അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ജഡധാരണത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ്, അതിൻ്റെ പുരോഗമനാത്മക സ്വഭാവമാണ് നമ്മൾ ഇപ്പോൾ ചിന്തിച്ചത്. അതോട് ചേർത്ത് ഇനി യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ പഠിച്ചാലും അങ്ങനെയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ്, പുനരാഗമനം, മടങ്ങി വരവിനോടുള്ള ബന്ധത്തിൽ നൽകപ്പെട്ടിട്ടുള്ള പ്രവചനങ്ങളെ നമ്മൾ പരിശോധിച്ചാലും അത് അങ്ങനെ തന്നെ ഈ പുരോഗമനാത്മക സ്വഭാവം, ദൈവം പണ്ട് ഭാഗമായിട്ട് വിവിധമായിട്ട് പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തു, ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നത് പറയുമ്പോൾ ആ പുരോഗമനാത്മക സ്വഭാവം യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനോടുള്ള ബന്ധത്തിലും അതങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ക്രിസ്തുവിൻ്റെ രണ്ട് വരവുകളെക്കുറിച്ചും പഴയ നിയമത്തിൽ വ്യക്തമായ സൂചനകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ട് വരവുകളെക്കുറിച്ചും, ഒന്നും രണ്ട് വരവുകളെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് 1 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിലാണ്. ഞാൻ ആ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. 1 പത്രോസ് 1-ാം അധ്യായം 11-ാം വാക്യം,
അവരിലുള്ള ക്രിസ്തുവിനാത്മാവ്, പഴയ നിയമ പ്രവാചകന്മാരെ കുറിച്ച് പറയുകയാണ്, അവരിലുള്ള ക്രിസ്തുവിനാത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളും പിൻവരുന്ന മഹിമയെയും മുൻപിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്ര തങ്ങളാ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു. അപ്പോൾ അവരിലുള്ള ക്രിസ്തുവിനാത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങൾ പിൻവരുന്ന മഹിമ മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചു. 22-ാം സങ്കീർത്തനത്തെ ആസ്പദമാക്കിയാണ് പത്രോസ് ഇത് പറയുന്നത്. കാരണം 22-ാം സങ്കീർത്തനം പരിശോധിച്ചാൽ ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളും പിൻവരുന്ന മഹിമയും ഒരുമിച്ച് 22-ാം സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 22-ാം സങ്കീർത്തനം പശ്ചാത്തലമാക്കിയാണ് പത്രോസ് ഇത് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട പ്രസ്താവന ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങൾ പിൻവരുന്ന മഹിമ. 1ഉം 2ഉം വരവുകൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് പഴയ നിയമത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളതായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളും ഈ പിൻവരുന്ന മഹിമയും ഒന്നായിട്ടാണ് ഒറ്റ സംഭവമായിട്ടാണ് പഴയ നിയമ പ്രവാചകന്മാർ കണ്ടത്. യഹൂദന്മാർ തെറ്റിപ്പോകാനുള്ള കാരണം അവരിത് രണ്ടായിട്ട് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കുന്നതിൽ യഹൂദന്മാർ പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് വലിയൊരു പരാജയം, അത് മനസ്സിലാക്കുന്നതിൽ അവർക്ക് സംഭവിച്ച പരാജയമാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൽ കലാശിച്ചത്. രാജാവായി വരുന്ന മശിഹയെക്കുറിച്ചുള്ള പ്രതീക്ഷ മാത്രം അവർക്കുണ്ടായിരുന്നത്. കഷ്ടം അനുഭവിക്കുന്ന മശിഹയെക്കുറിച്ച് അവർക്ക് യാതൊരു വിധത്തിലുള്ള പ്രതീക്ഷകളും ഉണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് 1 കൊരിന്ത്യർ 2-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കില്ലായിരുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ 1ഉം 2ഉം വരവുകൾ ഒന്നായിട്ടാണ് പഴയ നിയമകാലത്ത് മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ ക്രിസ്തുവിൻ്റെ 1-ാമത്തെ വരവിലാണ് ഈ 2 വരവുകളും വേർതിരിക്കപ്പെട്ടത്. യേശു ക്രിസ്തുവിൻ്റെ 1-ാമത്തെ വരവിൽ ഈ 2 വരവുകളെയും കൃത്യമായിട്ട് കർത്താവ് തന്നെ വേർതിരിച്ചു. മത്തായി സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 64-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യേശു അവനോട് ഞാനാകുന്നു ഇനി മനുഷ്യപുത്രൻ സർവശക്തൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് ഞാൻ പറയുന്നു. യേശു പറയുകയാണ്, 1-ാമത്തെ ജഡം ധരിച്ച് ഭൂമിയിൽ വന്ന കർത്താവ് ഭൂമിയിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഞാനാകുന്നു ഇനി മനുഷ്യപുത്രൻ സർവശക്തൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും. അപ്പോൾ തൻ്റെ 1ഉം 2ഉം വരവുകളെ കർത്താവ് അവിടെ കൃത്യമായിട്ട് വേർതിരിക്കുകയാണ്. ഞാൻ ഓർപ്പിച്ചു, തിരുവെഴുത്തിലെ ഒരു പ്രവചനവും ഒന്നായിട്ടോ ഒരു പ്രാവശ്യമായിട്ടോ അല്ല തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഈ തിരുവെഴുത്തിൻ്റെ വ്യാഖ്യാനത്തോടുള്ള ബന്ധത്തിൽ, പ്രവചനങ്ങളുടെ വ്യാഖ്യാനത്തോടുള്ള ബന്ധത്തിൽ അത് നാം അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ്. ഈ ദൈവസഭയുടെ ഉൽപ്രാവണം 19-ാം നൂറ്റാണ്ടിൽ ജയൻ ഡാർബി എന്ന വ്യക്തിയാണ് കൊണ്ടുവന്നത്. അങ്ങനെ ഒരു ഉപദേശം ബൈബിളിൽ ഇല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അവരോട് പറയുവാനുള്ളതായിരിക്കുന്ന ഒരു മറുപടി എന്ന് പറഞ്ഞാൽ അതിങ്ങനെ തന്നെയാണ്. ഏതൊരു പ്രവചനവും അതിൻ്റെ നിവൃത്തിയാകുവാനുള്ള കാലത്തിൻ്റെ അടുക്കിലേക്ക് എത്തുമ്പോഴാണ് കൂടുതൽ വ്യക്തത നമുക്കുണ്ടാകുന്നത്. ജയൻ ഡാർബിയിലൂടെ ദൈവം അത് നമുക്ക് വെളിപ്പെടുത്തി തന്നു എന്ന് മാത്രമാണ് തൽക്കാലം അതിനെക്കുറിച്ച് പറയുവാനായിട്ടുള്ളൂ. മുന്നോട്ട് പോകുമ്പോൾ ഞാനതിൻ്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കുന്നതാണ്. ഇനി മറ്റൊരു കാര്യം, അവസാനമായിട്ട് തിരുവെഴുത്തും പ്രവചനങ്ങളും എന്ന ആ ശീർഷകത്തിൽ, ആ 1-ാമത്തെ അധ്യായത്തിൽ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് പ്രാവചനിക ഇടവേളകളെക്കുറിച്ചാണ്. ഇതും പ്രവചന വ്യാഖ്യാനത്തിൽ, പ്രവചനം മനസ്സിലാക്കുമ്പോൾ, പ്രവചനം പഠിക്കുമ്പോൾ അവശ്യം നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പ്രാവചനിക ഇടവേളകൾ. അതായത് തിരുവെഴുത്ത് പ്രസ്താവിക്കുന്ന പ്രവചനങ്ങൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പല പ്രാവചനിക സംഭവങ്ങളുടെയും ഇടയിൽ കൃത്യമായ ഒരു ഇടവേള, ഒരു ഗ്യാപ്പ് നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരുമിച്ചായിരിക്കാം പല സംഭവങ്ങളും പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഒരുമിച്ച് പ്രസ്താവിച്ചിരിക്കുന്ന ഈ സംഭവങ്ങളുടെ ഇടയിൽ കൃത്യമായിട്ടുള്ള ഇടവേളകൾ, ഗ്യാപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഇടവേളകൾ തിരിച്ചറിയുന്നത് പ്രവചന വ്യാഖ്യാനത്തിൽ നിർണായകമായിരിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ ഞാനതിനൊരു ഉദാഹരണം പറയാം. യെശയ്യാ പ്രവചനം 9-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ അത് നല്ലൊരു ഉദാഹരണമാണ്. ആ വാക്യം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. യെശയ്യാ പ്രവചനം 9-ാം അധ്യായം 6-ാം വാക്യം, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിൽ ഇരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേര് വിളിക്കപ്പെടും. ക്രിസ്തുവിൻ്റെ ജനനത്തിനും 700 വർഷം മുൻപ് യെശയ്യാ പ്രവാചകൻ നടത്തിയ ഒരു പ്രവചനമാണ്. അപ്പോൾ ഈ വാക്യം ശ്രദ്ധിക്കുക, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അത് ക്രിസ്തുവിൻ്റെ ജഡധാരണത്തെക്കുറിച്ചാണ്, 1-ാം വരവിനെക്കുറിച്ചാണ്, ജഡധാരണത്തെക്കുറിച്ചാണ്. അതോട് ചേർത്ത് അടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അത് 2-ാമത്തെ വരവാണ്.
കിരീടധാരണമാണ്. അപ്പോൾ ഈ ഒരു വാക്യത്തിൽ തന്നെ ജഡധാരണത്തെക്കുറിച്ചും കിരീടധാരണത്തെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു. കിരീടധാരണം എന്ന് പറഞ്ഞാൽ സഹസ്രാബ്ദ വാഴ്ച. അപ്പോൾ ക്രിസ്തുവിൻ്റെ ജഡധാരണത്തിനും കിരീടധാരണത്തിനും ഇടയിൽ നിശ്ചയമായിട്ട് ആയിരക്കണക്കിന് വർഷങ്ങളുടെ ഒരു ഇടവേള നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ കൃത്യമാണ് ബൈബിൾ പ്രവചനങ്ങൾ. ഒരു വാക്യം കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. ദാനിയേൽ പ്രവചനം 12:2 നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും. അവിടെ 2 പുനരുത്ഥാനങ്ങളെ ഒന്നിച്ച് പറഞ്ഞിരിക്കുക. ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും. അപ്പോൾ നിത്യജീവനായുള്ള പുനരുത്ഥാനമുണ്ട്, ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായുള്ള പുനരുത്ഥാനമുണ്ട്. ഈ പുനരുത്ഥാനങ്ങൾ തമ്മിൽ ചുരുങ്ങിയത് 1000 വർഷത്തെ ഇടവേളയുണ്ട് എന്ന് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് മുൻപ് ഒന്നാമത്തെ പുനരുത്ഥാനം, അതിനുശേഷം അവസാനത്തെ പുനരുത്ഥാനം. അപ്പോൾ ഒരേ സംഭവങ്ങൾ അല്ലെങ്കിൽ ഒരേ പ്രവചനം എന്ന് തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരേ പ്രവചനം പ്രസ്താവിക്കുമ്പോൾ തന്നെ അതിൽ പറയുന്ന സംഭവങ്ങൾക്കിടയിൽ നിശ്ചിതമായിരിക്കുന്ന ഒരു ഇടവേള നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ബൈബിൾ പ്രവചന വ്യാഖ്യാനത്തിൽ അതും വളരെ അത്യന്താപേക്ഷിതമായി അടിയന്തരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തിരുവെഴുത്തും പ്രവചനങ്ങളും എന്ന ശീർഷകത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ 6 വിഷയങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും പരിശോധിച്ചത്. പ്രവചനങ്ങളുടെ ഉത്ഭവം, പ്രവചനങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവം ഉയർത്തുന്ന വെല്ലുവിളി എന്താണ്, അതുപോലെ തന്നെ പ്രവചനങ്ങളുടെ ബന്ധത്തിൽ ദൈവത്തിൻ്റെ വിശ്വസ്തത എങ്ങനെയുള്ളതാണ്, 4-മതായിട്ട് പ്രവചന ചരിത്രത്തിലെ നാഴികക്കല്ലുകൾ, 5-മത് ദൈവിക വെളിപ്പാടുകളുടെ പുരോഗമനാത്മക സ്വഭാവം, 6-മതായിട്ട് പ്രാവചനിക ഇടവേളകൾ. ഇത്രയും കാര്യങ്ങൾ ആമുഖമായിട്ട് തിരുവെഴുത്തും പ്രവചനങ്ങളും എന്ന ശീർഷകത്തിൻ്റെ കീഴിൽ നമ്മൾ മനസ്സിലാക്കി. ഇനി പ്രാവചനിക വിഷയങ്ങളിലേക്ക്, അതിൻ്റെ ചരിത്രപരമായിരിക്കുന്ന പശ്ചാത്തലത്തിലേക്ക് നമ്മൾ അടുത്ത ക്ലാസ് മുതൽ പ്രവേശിക്കുകയാണ്. അപ്പോൾ നിശ്ചയമായിട്ടും തുടർന്നും നിങ്ങൾ ഈ ക്ലാസ്സുകൾ കേൾക്കണം. വളരെ പ്രയോജനകരമായി തീരുമെന്നുള്ളതിന് തർക്കമില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ നിലയിൽ എന്നെയും നിങ്ങളെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃത്യമായ സന്ദേശങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. മറക്കാതെ കാണുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.